വാക്യങ്ങൾ. മനുഷ്യപുത്രാ, നീ മൂർച്ചയുള്ള വാൾ എടുത്ത് ക്ഷൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുക. പിന്നെ തുലാസിലെടുത്ത് രോമം തൂക്കി വിഭാഗിക്ക. നിരോധകാലം തികയുമ്പോൾ 1/3 നീ നഗരത്തിന്റെ നടുവിൽ തീയിലിട്ട് ചുട്ടുകളയണം. 1/3 എടുത്ത് അതിന്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം. 1/3 കാറ്റത്ത് ചിതറിച്ചു കളയണം. അവയുടെ പിന്നാലെ ഞാൻ വാൾ വരും. അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ എടുത്ത് നിന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ കെട്ടണം. ഇതിൽ നിന്ന് പിന്നെയും നീ അല്പമെടുത്തു തീയിലിട്ട് ചുട്ടുകളയണം. അതിൽ നിന്ന് ഇസ്രായേൽ ഗൃഹത്തിലേക്കെല്ലാം ഒരു തീ പുറപ്പെടും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇത് യെരൂശലേം ആകുന്നു. ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വെച്ചിരിക്കുന്നു. അതിനു ചുറ്റും രാജ്യങ്ങളുണ്ട്. അത് ദുഷ്പ്രവൃത്തിയിൽ ജാതികളെക്കാൾ എന്റെ ന്യായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ എന്റെ ചട്ടങ്ങളോടും മത്സരിച്ചിരിക്കുന്നു. എന്റെ ന്യായങ്ങളെ അവർ തള്ളിക്കളഞ്ഞു, എന്റെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടന്നിട്ടുമില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ചു എന്റെ ചട്ടങ്ങളെ അനുസരിച്ചു നടക്കാതെയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കാതെയും ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെപ്പോലും ആചരിക്കാതെയും ഇരിക്കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇതാ, ഞാൻ തന്നെ നിനക്ക് വിരോധമായിരിക്കുന്നു. ജാതികൾ കാൺകെ, ഞാൻ നിന്റെ നടുവിൽ ന്യായവിധികളെ നടത്തും. ഞാൻ ചെയ്തിട്ടില്ലാത്തതും മേലാൽ ഒരിക്കലും ചെയ്യാത്തതുമായ കാര്യം നിന്റെ സകല മ്ലേച്ഛതകളും നിമിത്തം ഞാൻ നിന്നിൽ പ്രവർത്തിക്കും. ആകയാൽ നിന്റെ മധ്യേ അപ്പന്മാർ മക്കളെ തിന്നും, മക്കൾ അപ്പന്മാരെയും തിന്നും. ഞാൻ നിന്നിൽ ന്യായവിധി നടത്തും. നിന്നിലുള്ള ശേഷിപ്പിനെയൊക്കെയും ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ചു കളയും. അതുകൊണ്ട് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നത്: നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും എന്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ ആദരിയാതെ എന്റെ കടാക്ഷം നിങ്കൽ നിന്ന് മാറ്റിക്കളയും. ഞാൻ കരുണ കാണിക്കുകയുമില്ല. നിന്നിൽ 1/3 മഹാമാരി കൊണ്ട് മരിക്കും. ക്ഷാമം കൊണ്ടും അവർ നിന്റെ നടുവിൽ മുടിഞ്ഞുപോകും. 1/3 നിന്റെ ചുറ്റും വാൾ കൊണ്ട് വീഴും. 1/3 ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ചു കളകയും അവരുടെ പിന്നാലെ വാൾ ഉരുകയും ചെയ്യും. അങ്ങനെ എന്റെ കോപത്തിന് നിവൃത്തി വരും. ഞാൻ അവരോട് എന്റെ ക്രോധം തീർത്ത് തൃപ്തനാകും. എന്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ യഹോവയായ ഞാൻ എന്റെ തീക്ഷ്ണതയിൽ അതിനെ അരുളിച്ചെയ്തു എന്ന് അവർ അറിയും. വഴിപോകുന്നവരൊക്കെയും കാണുക, ഞാൻ നിന്നെ നിന്റെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ ശൂന്യവും നിന്ദയുമാക്കും. ഞാൻ കോപത്തോടും ക്രോധത്തോടും കഠിനശിക്ഷകളോടും കൂടെ നിന്നിൽ ന്യായവിധി നടത്തുമ്പോൾ നീ നിന്റെ ചുറ്റുമുള്ള ജാതികൾക്ക് നിന്ദയും ആക്ഷേപവും ബുദ്ധിയുപദേശവും സ്തംഭന ഹേതുവായിരിക്കും. യഹോവയായ ഞാൻ അരുളിച്ചെയ്തിരിക്കുന്നു: നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് ക്ഷാമം എന്ന നാശകരമായ ദുരസ്ത്രങ്ങൾ ഞാൻ എയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ചു നിങ്ങളുടെ അപ്പമെന്ന കോൽ ഒടിച്ചു കളയും. നിന്നെ മക്കളില്ലാതെയാക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും. മഹാമാരിയും കുലിയും നിന്നിൽ കടക്കും. ഞാൻ വാളും നിന്റെ നേരെ വരുത്തും. യഹോവയായ ഞാൻ അരുളിച്ചെയ്തിരിക്കുന്നു.